ജമ്മു ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ മേഖലയിലേക്ക് മിസൈലുകൾ തൊടുത്ത് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ നീക്കത്തിന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. ഡ്രോണുകൾ തകർക്കുന്ന ദൃശ്യം സൈന്യം പുറത്തുവിട്ടു. പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ ആകാശ് മിസൈലുകളാണ് ചെറുത്തത്. പഞ്ചാബ്, ജമ്മു കാശ്മീർ അതിർത്തികളിൽ കൂടുതൽ ആകാശ് മിസൈലുകൾ സജ്ജമാക്കി. സാംബ സെക്ടറിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 7 ഭീകരവാദികളെ BSF വധിച്ചു. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ഉറിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. കശ്മീർ സർവകലാശാലയ്ക്ക് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി. പാകിസ്ഥാന്റെ ആക്രമണം നടന്ന സ്ഥലങ്ങൾ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സന്ദർശിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ സേനാ തലവന്മാരും സംയുക്ത സേനാ മേധാവിയും യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ധനസുമോദ് ഡൽഹി ബ്യൂറോ ചീഫ് എന്നോടൊപ്പം ചേരുന്നു. ധനസുമോദ്, ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഡൽഹിയിൽ നടക്കുന്നുവെന്ന് അറിയണം. ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പോൾ സംഘർഷത്തിന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ എന്താണ് അത്? ഇപ്പോഴും ആക്രമണങ്ങൾ, ഷെല്ലിംഗ്, പ്രത്യാക്രമണം തുടങ്ങിയവ നടക്കുന്നുണ്ടോ, അതോ ഇപ്പോൾ കാര്യങ്ങളൊന്ന് കൂളാണോ? ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട യോഗങ്ങൾ ഓരോ യോഗങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ സേനാ മേധാവികളും സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം രാജ്നാഥ് സിംഗ് ഇക്കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയാണ്. ഇതുകൂടാതെ DRDOയുടെ ചീഫ് ഉൾപ്പെടെയുള്ള മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും പുതിയതായി പങ്കുവയ്ക്കാനുള്ള ഒരു വിവരം, ഈ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ സിസ്റ്റമായിട്ടുള്ള ആകാശ് ഉപയോഗിച്ച് ഇന്നലെ പാകിസ്ഥാന്റെ മിസൈലുകളെ തകർത്തു എന്നുള്ളത് തന്നെയാണ്. കാര്യം പാകിസ്ഥാന്റെ ആകാശമാർഗം ഉപയോഗിച്ച് ഡ്രോണുകളും പറത്തിവിട്ട് ഇന്ത്യയിലെ 15 പട്ടണങ്ങളിലാണ് ആക്രമണം നടത്താൻ വേണ്ടി അവർ ലക്ഷ്യമിട്ടത്. പക്ഷേ മിനിഞ്ഞാന്ന് രാത്രിയും അവർ ഇതുപോലത്തെ ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ ആ സമയത്ത് സുദർശൻ ചക്ര എന്ന് പറയുന്ന ആ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഉയർത്തി തന്നെയായിരുന്നു അവിടെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്നലെ വൈകിട്ടോടുകൂടി ആകാശ് പ്രതിരോധ സംവിധാനം കൂടി ഉപയോഗിച്ച് ഇവയെല്ലാം തകർത്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഇപ്പോഴും പ്രധാന പ്രശ്നമായി തുടരുന്നത് ഈ അതിർത്തിയിലെ ഒരു വെടിവെപ്പും അവിടുത്തെ ഷെല്ലാക്രമണങ്ങളുമാണ്. കാര്യം 100 മീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ ഷെല്ല് ആക്രമണത്തിന് ശേഷിയുള്ള പീരങ്കികൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ വെടിവെപ്പും ആക്രമണങ്ങളും തുടരുന്നത്. പലതും GPS സംവിധാനം ഉപയോഗിച്ച് തന്നെ ഓടുന്ന വാഹനങ്ങളിലേക്ക് പോലും വെടിവെക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കുട്ടി മരിച്ചതടക്കമുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് ആളുകളെ പരിഭ്രാന്തരാക്കാതിരിക്കാനും ആളുകളെ സന്ദർശിക്കാനും വേണ്ടി ജമ്മു കാശ്മീരിലെ ഭരണകൂടം തയ്യാറാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഗവർണർ മനോജ് സിൻഹ ഉറിയിലെ പട്ടാള ക്യാമ്പുകളിൽ പോയി പട്ടാളക്കാർക്ക് ആത്മവിശ്വാസം പകരുന്നത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ആശുപത്രികളിലും ജനങ്ങളെ കാണുവാൻ വേണ്ടിയും ജമ്മുവിലും എല്ലാം എത്തി ആളുകൾക്ക് ആത്മവിശ്വാസം പകരുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു വാർത്ത. കാര്യം ഉറിയിൽ ഉണ്ടായ ഈ ആക്രമണത്തിൽ, പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചു എന്നുള്ളതാണ് ഇന്ന് രാവിലെ പങ്കുവച്ച ഒരു പ്രധാനപ്പെട്ട വാർത്ത. കാരണം ഇപ്പോഴും ഇന്നലെ നടത്തിയ വ്യാപകമായ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യ അതിർത്തിയിലെ പല കെട്ടിടങ്ങൾക്കും പല വീടുകൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള ഒരു വിവരം തന്നെയാണ് പുറത്തുവിടുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം വിമാനം വെടിവെച്ച് ഇടുന്നത് അടക്കമുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായി നടത്തുന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ ഒരു ഔദ്യോഗികമായിട്ട് തന്നെ വിവരം അറിയിക്കുന്നത്. ഇന്നലെയാണെങ്കിലും വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുമ്പായി 1 മണിക്കൂർ മുമ്പായി PIB തന്നെ ഇക്കാര്യത്തിൽ ഒരു വാർത്താ കുറിപ്പ് തന്നെ ഇറക്കിയിരുന്നു. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ബോംബിട്ട് നശിപ്പിച്ചു എന്ന തരത്തിൽ പാകിസ്ഥാൻ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ജമ്മുവിലെ എയർബേസ് പൂർണ്ണമായും തകർത്തു എന്ന് പറഞ്ഞ് അവർ കാണിക്കുന്ന ദൃശ്യങ്ങൾ കാബൂളിലെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻ വർഷങ്ങളിൽ കാബൂളിൽ നടത്തിയ ആക്രമണങ്ങളാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ പല സ്ഥലത്തും ATMകളിൽ പൈസയില്ല, ATMകൾ വ്യാപകമായി തകർക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു സോഫ്റ്റ്വെയർ ശൃംഖല പൂർണ്ണമായി നശിപ്പിച്ചിരിക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം പാകിസ്ഥാനിൽ വളരെ വ്യാപകമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇന്ത്യയിലെ ഒരു PIB സംവിധാനവും ഇന്ത്യയിലെ നേരത്തെ ഓൾട്ട് ന്യൂസും സുബൈറിന്റെ ഓൾട്ട് ന്യൂസും ഉൾപ്പെടെയുള്ള ഇത് കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും നേരിട്ട് ജയിക്കാനാവാത്ത യുദ്ധം
വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ച് നേടി എന്ന് വിശ്വസിപ്പിച്ച് പാകിസ്ഥാനിലെ ആളുകളെ ഒരു പറ്റിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഇതും ഇന്ത്യ തകർക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. ഇതെല്ലാം തകർന്നു കഴിയുമ്പോൾ നുഴഞ്ഞുകയറ്റക്കാർ മുഖേന ഇന്ത്യയിൽ ആക്രമണം നടത്താനുള്ള ഒരു പദ്ധതിയാണ് ഇട്ടിരുന്നത്. ജെയ്ഷെ ഭീകരരെന്ന് സംശയിക്കുന്ന ഭീകരന്മാർ തന്നെയാണ് ഇവിടെ പാകിസ്ഥാൻ അതിർത്തിയായ സാംബയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത്. ഇതിൽ ആദ്യം 3 പേർ ഉണ്ടായിരുന്നതും പിന്നീട് 5 പേർ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ BSF തന്നെ ഇവർ തകർത്ത ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 7 ഭീകരന്മാരെയാണ് ഇങ്ങനെ തകർത്തിരിക്കുന്നത്. അവരുടെ നുഴഞ്ഞുകയറ്റുള്ള എല്ലാ ശ്രമങ്ങളും തകർത്തിരിക്കുന്നത്. അങ്ങനെ എടുക്കുന്ന എല്ലാ ശ്രമങ്ങളിലും അമ്പെ പരാജയപ്പെടുന്ന ഒരു പാകിസ്ഥാനെയാണ് നാം ഇപ്പോൾ കാണുന്നത്.